ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര എന്ന് പറയാറുണ്ട്. ആ ഗുരുപരമ്പരയിൽ അഗ്രഗണനീയമായിട്ടുള്ള നമ്മളിലേക്ക് എത്തി നിൽക്കുന്ന ഗുരുപരമ്പരയുടെ മൂർത്തിമത് ഭാവമാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമുക്കറിയാം, ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിരവധി ആചാര്യന്മാരെ വിവിധ സമ്പ്രദായങ്ങളിൽ സാധനയിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയ ഒട്ടനവധി ആചാര്യന്മാരുടെ ഉള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം. അങ്ങനെ അവർ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നടത്തുന്ന തപസ് എല്ലാം തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ആത്മാവിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി ചിട്ടപ്പെടുത്തി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ശ്രീനാരായണ ഗുരുദേവൻ നേടിയ ആത്മസാക്ഷാത്കാരം നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. അതാണ് മറ്റാചാര്യന്മാരും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള വ്യത്യാസം. അന്യർക്ക് ഗുണം ചെയ്വതിനായുസ്സു വപുസ്സും ധന്യത്വമൊടങ്ങ് ആത്മതപസ്സും ബലി ചെയ്ത മഹത്തായിട്ടുള്ള ഗുരുപാരമ്പര്യം. ആ ഗുരുദേവനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടതും ആ ഗുരുവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. യഥാർത്ഥത്തിൽ ആ ഗുരു ആരാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മളെത്തണം. കേവലം ഇവിടെ വച്ചിരിക്കുന്ന ഒരു വിഗ്രഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം എന്നുള്ളതിനേക്ക് അപ്പുറത്ത് നമ്മളെയൊക്കെ ഇങ്ങനെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന, അതിന് ചൈതന്യം നൽകുന്ന, എനർജി നൽകുന്ന ഒരു ജീവചൈതന്യം, പ്രപഞ്ച ചൈതന്യം, നമ്മളെപ്പോലുള്ള മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യലതാദികളിലും ജീവൻ്റെ തുടുപ്പ് കൊടുക്കുന്നൊരു ചൈതന്യം. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ഭൂമി, 750 കോടി ജനങ്ങൾ നിവസിക്കുന്ന ഈ ഭൂമി, ലക്ഷക്കണക്കിന്, ഏതാണ്ട് 62 ലക്ഷത്തോളം തരത്തിലുള്ള ജീവവൈവിധ്യങ്ങൾ, സസ്യവൈവിധ്യങ്ങളുള്ള ഈ ഭൂമി, ഇതേപോലെ ഭൂമി ഉൾക്കൊള്ളുന്ന ഈ ഓർബിറ്റ്, അനേകം സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, അനേകം ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ ഗാലക്സി, അല്ലെങ്കിൽ ക്ഷീരപഥം എന്നൊക്കെ പറയുന്നത്, അനേകം ക്ഷീരപഥങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ്, ആ പ്രപഞ്ചത്തെ നയിക്കുന്ന ചൈതന്യം, ഭൂമിക്ക് സൂര്യന് ചുറ്റും വലം വെക്കാൻ കൊടുക്കുന്ന ചൈതന്യം എന്താണോ, ബുധനും ശുക്രനും ചൊവ്വയും ശനിയും എല്ലാം സൂര്യന് വലം വെക്കാൻ കൊടുക്കുന്ന ചൈതന്യം ഏതാണോ, അതാണ് ഈശ്വരൻ. ഡ്രിപ്പാണത്, അവരെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെ നിലനിർത്തുന്ന, അതല്ലെങ്കിൽ അവർക്ക് എനർജി കൊടുക്കുന്ന ആ ചൈതന്യം എന്താണോ, അതാണ് ഈശ്വരൻ, അതാണ് ഗുരു. ആ ഗുരുസങ്കല്പത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എവിടെയാണ് ഈശ്വരൻ, അല്ലെങ്കിൽ എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനാരായണീയോപനിഷത്തിലൊക്കെ പറയുന്നത് പോലെ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തു. ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതിലും, നമുക്കറിയാം, ഒരു ആറ്റത്തെ ഡിവൈഡ് ചെയ്താൽ, വിഭജിച്ചാൽ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് ഉണ്ടാകും. ന്യൂട്രോൺസ് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. മണിക്കൂറിൽ 32 ലക്ഷം തവണ സ്പിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ, അണുവിൻ്റെ അകത്ത്. അതിൻ്റെ ചുറ്റും മണിക്കൂറിൽ, സെക്കൻഡിൽ 1456 തവണ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പരസ്പരം കറങ്ങാനും അതിനെ നിലനിർത്താനുമുള്ള ചൈതന്യം എന്താണോ, അതിനെ ഈശ്വരൻ എന്ന് പറയുന്നു. അതോടൊപ്പം ഈ പറയുന്ന ഗാലക്സിയിൽ നിലനിൽക്കുന്ന, മുഴുവൻ ഓർബിറ്റിൽ നിലനിൽക്കുന്ന ഗ്രഹങ്ങളെപ്പോലും ചലിപ്പിക്കാൻ കഴിവുള്ള ചൈതന്യം ഏതാണോ, അതാണ് ഈശ്വരനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഈശ്വരനാണ് ആത്മാവിൻ്റെ രൂപത്തിൽ ഓരോ ജന്തുക്കളുടെയും മനുഷ്യൻ്റെയും ഉള്ളിൽ നിവസിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഗുരു ചൈതന്യത്തെ, ആ ഗുരു ചൈതന്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗുരുപൂജയിൽ നിൽക്കുന്നതോ, ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കുറച്ച് അത്ഭുതങ്ങൾ കാണിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ നമ്മൾ പറയാൻ സാധിക്കും.
യഥാർത്ഥത്തിലുള്ള ഗുരുവിൻ്റെ അത്ഭുതങ്ങൾ, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന അത്ഭുതം എന്താണോ അതാണ് ഗുരു. ഈ സമുദ്രങ്ങൾ വറ്റിപ്പോകാതെ ഏറി വരാതെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്ന ചൈതന്യം എന്താണോ അതാണ് ഗുരു. ഇവിടെ നമുക്ക് നടക്കാനും ഇരിക്കാനും പ്രേരിപ്പിക്കുന്ന ചൈതന്യം എന്താണോ അതാണ് ഗുരു. നമുക്ക് പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനും എഴുതാനും വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ചൈതന്യം എന്താണോ അതാണ് ഗുരു. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഗുരുവിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ദർശനോത്സവം പോലുള്ള പരിപാടികളുടെ ഇത്. ഗുരു തന്നെ പറഞ്ഞു, അതിലേക്ക് നമുക്ക് വേണ്ടത് വിശേഷേണയുള്ള അറിവാണ് വേണ്ടത്, വിശേഷേണയുള്ള ജ്ഞാനമാണ് വേണ്ടത്, പ്രജ്ഞാനമാണ് വേണ്ടത്. ആ ജ്ഞാനമാണ് ബ്രഹ്മമെന്ന് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു. അതിലും ഇതിലും ഇരിക്കുന്ന ചൈതന്യം ഒന്നാണ് എന്ന് നമുക്ക് ഉപനിഷത്ത് വാക്യത്തിൻ്റെ അവസാന വാക്യമെന്നുള്ള നിലയിൽ പറയുന്ന തത്വമസി എന്ന് പറയുന്ന അത് നീയാകുന്നു, അവിടെ ഇരിക്കുന്ന ചൈതന്യം നീയാകുന്നു എന്ന് പറയുന്ന ഈശ്വരനെയാണ് നമുക്ക് വേണ്ടത്. അത് കാണിച്ചു തന്ന ഈശ്വരൻ പ്രത്യക്ഷം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമായ ഗുരുവിൻ്റെ ചരണങ്ങളിലാണ് നമ്മൾ പ്രണാമം അർപ്പിക്കേണ്ടത്. പ്രണാമം അർപ്പിക്കാൻ സ്വീകാര്യനും സ്വീകർത്താവും ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് എന്നുള്ളൊരു ചിന്തയാണ് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടത്. അതോടൊപ്പം ഇവിടെ നമുക്കിങ്ങനെ കൂടാനും ഇരിക്കാനും പറയാനും പറയിപ്പിക്കാനും കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ അവസരം തന്നത് SNDP യോഗം എന്ന മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇന്നലെ വളരെ വ്യക്തമായിട്ട് യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തുഷാർജി പറഞ്ഞു കഴിഞ്ഞു അത്തരം കാര്യങ്ങൾ. 1903 സംഘടിതരല്ലായിരുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ഈഴവൻ്റെയും ഈഴവാത്തിയുടെയും ബില്ലവൻ്റെയും എല്ലാം ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ച അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉയർച്ചയുണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന SNDP യോഗമെന്ന പ്രസ്ഥാനം. അത് 1.25 നൂറ്റാണ്ടെത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ SNDP യോഗത്തിനെതിരെ വ്യാപകമായിട്ട് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശാഖയിലെ കുടുംബ യൂണിറ്റ് വാർഷികത്തിൽ ചെന്ന സമയത്ത് അവിടുത്തെ കൺവീനർ ഒരു റിപ്പോർട്ട് എഴുതി വച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു വരി എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ അത് മാറ്റണം എന്നും പറഞ്ഞു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ്: വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായങ്ങൾക്കെതിരെ നടത്തിയ പരാമർശത്തെക്കുറിച്ച് ചർച്ച നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അതിലുണ്ടായ ചർച്ചയെക്കുറിച്ച് എഴുതിയതാണ് ആ കൺവീനർ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ നിരന്തരമായിട്ട് SNDPയുമായി ബന്ധപ്പെടുന്നവർക്ക് പോലും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നുള്ളൊരു ചിന്ത വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരിക്കലും ജനറൽ സെക്രട്ടറി മുസ്ലിം സമൂഹത്തിനെതിരെ സംസാരിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില വ്യക്തമായിട്ടുള്ള വേർതിരിവുകളെക്കുറിച്ച് പറഞ്ഞു. മലബാർ ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ ഈഴവ സമുദായത്തിനൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ള സത്യമാണ്. പ്രകടമായിട്ട് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചെന്ന് നോക്കിയാൽ ഒരു പ്രത്യേക മാസങ്ങളിൽ നമുക്ക് പകൽ ഭക്ഷണം കിട്ടില്ല. ഒരു കടകളും തുറക്കില്ല, തുറപ്പിക്കില്ല. തുറന്ന കടകൾ അടച്ചിടിയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ജീവിത ശൈലിയും നിയമവും അനുവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല. അവിടെയുള്ള സ്കൂളുകൾ പലതും മാപ്പിള സ്കൂളുകൾ എന്ന പേരിലാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ സ്കൂളുകളിൽ വെള്ളിയാഴ്ച ദിവസം അവധിയാണ്, ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. എനിക്ക് തോന്നുന്നു ഐഷ ടീച്ചറൊക്കെ ആ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. കാസർഗോഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, മലപ്പുറത്ത് വർക്ക് ചെയ്തില്ല എന്ന് തോന്നണം. ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ വെള്ളിയാഴ്ച ദിവസം ഒഴിവാണ്. നമ്മുടെ ഇവിടെയും വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കൂർ നമുക്കൊരു സമയത്ത് കിട്ടിയിരുന്നപ്പോൾ സന്തോഷത്തിൽ കളിക്കാൻ പറ്റുന്ന അവസരമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു മതരാഷ്ട്രീയത്തിൻ്റെ അജണ്ടയുണ്ടെന്ന് മനസ്സിലാക്കി. അത് ആ മതരാഷ്ട്രീയ അജണ്ട പാരമ്യത്തിലെത്തിയപ്പോഴാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി അതിനെക്കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല,
ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 1921 മലബാറിലൊരു ലഹള നടന്നു. മലബാർ ലഹള അഥവാ മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ലഹള. അന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശാനോട് ഗുരുദേവൻ പറഞ്ഞു, മലബാറിൽ പോകണം, അവിടുത്തെ സത്യസ്ഥിതി അറിയണം, അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണം, കവിത എഴുതണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവിടെ പോയിട്ട് നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് അവിടെ കണ്ട കാഴ്ച, കരളലിയിപ്പിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ എന്നുള്ള കവിത. മുമ്പോട്ടുകാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ടകെട്ടി വമ്പാർന്നനാചാര മണ്ഡലഛത്രരായി നമ്പുരാർ വാണരുളുന്ന നാട്ടിൽ കേരള ജില്ലയിൽ കേദാരവും കാടും ഊരും മലകളും ആർന്നതിക്കിൽ ക്രൂരരഹമ്മദർ ചീന്തിയ ഹൈന്ദവ ചോരയിൽ ചോന്നെഴും ഏറനാട്ടിൽ എന്ന് പറയുന്ന ഒരു കവിത എഴുതി ദുരവസ്ഥ. അത് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കവിതയാണ്. ഏറനാട് താലൂക്കിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ നിയോജക മണ്ഡലങ്ങൾ നോക്കിയാൽ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ പൊന്നാനിയുണ്ട്, താനൂരുണ്ട്, തിരൂരുണ്ട്, കുറ്റിപ്പുറമുണ്ട്, കോട്ടക്കലുണ്ട്, മലപ്പുറമുണ്ട്, മഞ്ചേരിയുണ്ട്, പെരിന്തൽമണ്ണയുണ്ട്, വണ്ടൂരുണ്ട്, കാളികാവുണ്ട്, നിലമ്പൂരുണ്ട്, മഞ്ചേരിയുണ്ട് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങൾ തന്നെ മലപ്പുറം ജില്ലയിലുണ്ട്. ഒരു വശത്ത് പൊന്നാനിയുടെ അറ്റത്തുള്ള കടലും മറുവശത്ത് തമിഴ്നാടും അതിർത്തിയായിട്ടുള്ള ഒരു വലിയ ജില്ലയാണ് മലപ്പുറം ജില്ല. അവിടെ നടന്ന ക്രൂരമായിട്ടുള്ള അനാചാരങ്ങൾ, 64 തരം അനാചാരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത് ഹിന്ദുവിൻ്റെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഉണ്ട്. ഉയർന്ന ജാതിക്കാർ നടക്കുന്നതിൽ നിന്നും 32 അടി മാറി നടക്കേണ്ടുന്ന അടുത്ത ജാതിക്കാർ, അവരിൽ നിന്നും 16 അടി മാറി നടക്കേണ്ടുന്ന അടുത്ത ജാതിക്കാർ തുടങ്ങി ജാതിയുടെ കോമരങ്ങളായിരുന്നൊരു പ്രദേശം. കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങളെന്ന് ആ കവിതയിൽ തന്നെ ആശാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശമാണ് മലപ്പുറം പ്രദേശം. അവിടെയാണ് ക്രൂരരായിട്ടുള്ള അഹമ്മദീയർ ചിന്തിയ ഹൈന്ദവ ചോരയിൽ ചോന്നെഴും ഏറനാട്ടിലെന്ന് പറഞ്ഞ് ആ മലബാർ ലഹളയെക്കുറിച്ച്. തൂവൂരെന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് മലപ്പുറത്തിനടുത്ത്. തൂവൂരിലെ ഒരു കിണറുണ്ട്, ഒരു വലിയ കിണർ. ആ കിണറിലേക്ക് മുഴുവൻ ഹൈന്ദവരെയും മതം മാറാൻ വിസമ്മതിച്ച മുഴുവൻ ആളുകളെയും വെട്ടി കഷ്ണം കഷ്ണമാക്കി ആ കിണറിലിട്ട് മൂടി. അതാണ് തൂവൂർ കിണർ എന്ന് പറയുന്നത്. ഇന്നും തൂവൂർ കിണറിൻ്റെ അടുത്ത് നമ്മൾ ചെന്നാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിൽ കാറ്റ് പോലും വീശാൻ വിസമ്മതിക്കുന്ന ഒരു പ്രദേശമായിട്ട് തൂവൂർ കിണർ മാറിയിരിക്കാം. ആ കിണർ മൂടിയിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരങ്ങൾ കൊണ്ടാണ്. അത് ചെയ്തിരിക്കുന്നത്, ആ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് വാരിക്കുന്നത്ത് അഹമ്മദ് ഹാജിയാരെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ്. ഇന്ന് അവരെ മഹത്വവൽക്കരിക്കുന്നത് കാണുമ്പോൾ അവിടെ നടന്ന ഒരു വംശീയ കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ഇന്ന് കൊണ്ടുവരുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് അത് വേറൊരു രാജ്യമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത്. അതല്ലാതെ ഒരിക്കലും നമ്മുടെ ജനറൽ സെക്രട്ടറി ഒരു സമുദായത്തിനെതിരല്ല, മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല, ഒരാൾക്കും എതിരല്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കണം. അതോടൊപ്പം നമുക്കൊക്കെ ഇന്ന് കാണുന്ന തരത്തിൽ SNDPയുടെ പ്രവർത്തകരെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വില കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വശത്ത് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് SNDP യോഗമെന്ന പ്രസ്ഥാനം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി തന്നെങ്കിൽ, ഈഴവൻ്റെയും തീയൻ്റെയും ബില്ലവൻ്റെയും ഈഴവാത്തിയുടെയും ഒക്കെ സമുന്നതമായിട്ടുള്ള ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സംഘടന ഉണ്ടാക്കി തന്നപ്പോൾ, മറുവശത്ത് നമുക്ക് ആത്മീയമായിട്ടുള്ള മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ധർമ്മസംഘം ട്രസ്റ്റ് പോലുള്ള ട്രസ്റ്റുകൾ ഉണ്ടാക്കി. അത് കൂടാതെ തന്നെ 100 കണക്കിന് കൃതികളാണ് ഗുരുദേവൻ നമുക്ക് എഴുതി തന്നത്. അതിലേറ്റവും ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് എഴുതി കൊടുത്ത ദൈവദശകം എന്നുള്ള കൃതി തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് പറയാം, നിത്യവും നമ്മൾ ഉപയോഗിക്കുന്നത്. ആത്മോപദേശ ശതകമെന്ന് പറയുന്ന ഒരു കൃതി എഴുതി തന്നപ്പോൾ, 100 ഖണ്ഡികകളുള്ള പാരഗ്രാഫുള്ള ഒരു കൃതി എഴുതി തന്നപ്പോൾ, അതൊരു ഉപനിഷത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കൃതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ കൃതിയാണ്, ആ കൃതികൾ തുടങ്ങുന്നത് തന്നെ
അറിവ് എന്നുള്ളൊരു വാക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിവാണെല്ലാം, ശരീരമല്ല, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമൊക്കെ ഇല്ലാതെ പോയാലും അറിവായ നാം അപ്രകാരം തന്നെ നിലനിൽക്കുമെന്ന ഗദ്യപ്രാർത്ഥനയിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൃതിയിലൂടെ നമുക്ക് എഴുതി തരുന്നു. അറിവ് എന്ന് പറയുന്നു. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും. അങ്ങനെ ഉജ്ജ്വലിക്കണമെങ്കിൽ എന്ത് വേണം? ജ്വലിക്കണമെങ്കിൽ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതരെ വീണ് വണങ്ങി ഓതിടേണം. തെരുതര വീണ് വണങ്ങി ഓതിടേണം. വാക്കുകൾ മാറ്റി മാറ്റി വെച്ച് നമ്മൾ വായിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അറിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അറിവെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കുള്ളൂ. അറിവിലുമേറി അറിഞ്ഞിടുന്ന പരമാത്മ ചൈതന്യത്തെ തെരുതര വീണ് വണങ്ങി ഓതിടണം. അതിനെന്ത് വേണം? നമ്മുടെ പഞ്ചശുദ്ധിയോടുകൂടി പഞ്ചേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും തുടങ്ങി 18 ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചുകൊണ്ട് തെരുതരെ നമ്മൾ ആ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന പോലെ അതിൽ വ്യാപ്തമായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ അറിയുമ്പോൾ, ദർശനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അറിയേണ്ടത് ഗുരു ആരാണ്. ഗുരു ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ മുഴുവൻ കഴിഞ്ഞു. ഗുരുവിൻ്റെ ദർശനങ്ങൾ എന്താണ്? ഗുരുവിൻ്റെ ദാർശനിക കൃതികളല്ലാത്ത സ്തോത്ര കൃതികൾ, ആ കൃതികൾ എന്തൊക്കെയാണ്? അത് മനസ്സിലാക്കാനുള്ള ഒരു സഞ്ചാരത്തിൻ്റെ പാത തുറക്കുന്ന ഇടമാണ് ദർശനോത്സവം. ഇവിടെ നിന്നുള്ള പാത വെട്ടിത്തെളിച്ച് അതിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു വിളക്ക് മരത്തെ കാണാൻ സാധിക്കും. ആ വിളക്ക് മരത്തിനോട് നമുക്ക് ചോദിക്കണം, എങ്ങോട്ടാണ് ഞാൻ? വിളക്കുമരമേ, വിളക്കുമരമേ, വെളിച്ചമുണ്ടോ കയ്യിലെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലേ? അത് പ്രാർത്ഥനയല്ല, പാട്ടാണ്. ആ വിളക്ക് മരത്തിനോട് നമ്മൾ ചോദിക്കുന്നു, എവിടെയാണ് വെളിച്ചം? ആ വെളിച്ചം ഏതൊരു വിളക്കുമരമായിട്ട് നമ്മൾ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് പറയണം, നിങ്ങൾക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ എവിടെ വരണം? ഗുരുവിൻ്റെ സവിധത്തിൽ വരണം. ഗുരുവിനെ അറിയണം, ഗുരുവിൻ്റെ സവിധത്തിൽ വരണം. അങ്ങനെ ഗുരുവിനെ അറിയാനുള്ള, ഗുരുവിൻ്റെ സവിധത്തിലേക്ക് എത്താനുള്ള, അറിവിൻ്റെ സാഗരത്തിൽ നീന്തി തുടിക്കാനുള്ള, അറിവിൻ്റെ സാഗരത്തിൽ മുങ്ങിക്കിടക്കാനുള്ള, മുങ്ങിക്കിടന്ന പരമമായിട്ടുള്ള സുഖമനുഭവിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.